വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഒരു കുറ്റമേ അല്ല. വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നതും അത് തന്റെ കയ്യിൽ ഒരു വലിയ ഭൂഷണമാണ് എന്ന രൂപത്തിൽ കാണുന്നതും അതാണ് വലിയ അപമാനകരമായ കാര്യം. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഞാനങ്ങ് ചെറുതായി പോകും, പറഞ്ഞ ആള് അത് വളരെ വലുതായി പോകുമെന്ന ധാരണയാണുള്ളതെങ്കിൽ വേറെ ഒന്നും എനിക്കധികം പറയാനൊന്നുമില്ല. ഇതെല്ലാം ജനങ്ങൾ കാണുന്നത്, ഇതെല്ലാം നാട്ടുകാർ നല്ലതുപോലെ കാണുന്നുണ്ട്. അവർക്ക് ഇതറിയാം, കാര്യങ്ങൾ അറിയാം. പിന്നെ ഇതിനെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിങ്ങളിപ്പോ ഇത് കാണിച്ചു തന്നു, ഇന്നതാണ് വാർത്ത. അങ്ങനെ അദ്ദേഹത്തിന് ഈ കള്ളിന്റെയും കഞ്ചാവിന്റെയും കാര്യം പറയുമ്പോ ഇങ്ങനെ പ്രതികരിക്കേണ്ട, അസഹിഷ്ണുവാക്കേണ്ട കാര്യം എന്താണുള്ളത്? അതിന് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് പരമസത്യമാണ്. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ അയാളെ കുറിച്ചും പറഞ്ഞിട്ടില്ല, ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. പിന്നെ പാർട്ടി അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ചില ആളുകൾ പറയും മുത്തശ്ശിമാര് പറയും, രാമായണം വായിച്ചില്ലെങ്കിലും രാമരാമ എന്ന് വെറുതെ പറയുന്നത് കൊണ്ട് മരിച്ചു പോയവരെ പുണ്യം കിട്ടും എന്ന് പറയുന്നത് പോലെ, ഈ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടക്കിടക്ക് പി കെ ശശി എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുമെങ്കിൽ ആ പുണ്യം ഈ പറയുന്ന ആളുകൾക്ക് ഇരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. വേറെ ഒന്നും അതിനെ സംബന്ധിച്ച് എനിക്ക് വലിയ കമന്റ് ഒന്നും പറയാനില്ല. പിന്നെ പാർട്ടി ഘടകമെന്ന് പറയുന്നത്, പാർട്ടിയിലുള്ള ഏത് സുരേഷ് ബാബുവിനും പി കെ ശശിക്കുമുള്ള മെമ്പർഷിപ്പും എല്ലാം ഈ 5 രൂപേന്റെ മെമ്പർഷിപ്പാണ്. പി കെ ശശിന്റെ മെമ്പർഷിപ്പ് 5 രൂപക്കും സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള ആളുകളുടെ മെമ്പർഷിപ്പിന് 500 രൂപയും വിലയൊന്നുമില്ല. 5 രൂപേന്റെ മെമ്പർഷിപ്പ് തന്നെയാണുള്ളത്. പാർട്ടി ബ്രാഞ്ച് എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ച് അടിസ്ഥാന ഘടകമാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഞാനിതിനെ കാണുന്നത്. ആ രൂപത്തിലാണ്. അതൊരു മോശപ്പെട്ട ഘടകമായിട്ട് ഞാൻ കാണുന്നില്ല.